ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ നീ അങ്ങ് പോയാലോ? സാറേ, ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കല്ലേ. സീൻ ഉണ്ടാക്കിയ നീ എന്നെ അങ്ങ് ഓലത്തോടാ. കൊയ്യെടുക്ക് സാറേ. ഇവനെയൊക്കെ ആരാ ഇവിടെ ജോലിക്ക് എടുത്തത്? ഞാനാ. ഇതിപ്പോ എന്താ ഇങ്ങനെയൊക്കെ? അല്ല, ഞാനിപ്പോ ആരാ കൊടുത്തത്? ഞാൻ എന്തൊരു കാര്യത്താണ് ഇങ്ങോട്ട് വന്നത്? അതെന്തോ ഇതെന്തത്? എന്റെ അനുമേടെ ഇത് എന്താ ഈ കാട്ടുന്നേ? ഒന്ന് വിളിച്ചാ മതിയായിരുന്നില്ലേ? ഇതൊക്കെ ഞാൻ ഡീൽ ചെയ്യില്ലേ? എങ്ങനെ തന്നേ? അയ്യോ വേണ്ട സാറേ, ഇതൊക്കെ ഞാൻ ചെയ്തോളാം. സാറ് വെറുതെ. ഞാനുണ്ടല്ലോ സാറ്. സാറൊന്നും വിളിക്കല്ലേ. ആരെയും കേട്ടെന്താ വിചാരിക്ക? ഈ ഡ്രൈവറുടെ ഡ്രസ്സൊക്കെ ഇട്ടിക്കണ എന്നെ സാറെന്ന്. കഷ്ടം തന്നെ. ഇന്നെ ഞാൻ വിളിച്ചോളാം. ഇങ്ങത്താ. അല്ല, ഇതിപ്പോ ഞാനെന്താ ചെയ്യണ്ടേ? ഇത് മാഡത്തിന്റെ വീട്ടിൽ കൊണ്ടുപോകാനുള്ളതാ. ഓ, ഹോംവർക്ക് കൊറേണ്ട്. ജീവിതഭാരം അനുമേടത്ത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? എനിക്കങ്ങനെ ജീവിതത്തിൽ വലിയ ഭാരമൊന്നുമില്ല. അയ്യ, അതല്ല. ഓരോ ഫയലും ഓരോ ജീവിതങ്ങളെന്നല്ലേ പറയണേ? ഓഹോ, അങ്ങനെ. ഒന്ന് രണ്ടെണ്ണം കൂടിയുണ്ട്, ഞാൻ കൊണ്ടുവരാം. ഇതിനൊരു അന്ത്യമില്ലേ? ഓഹ്, എന്റെ അമ്മച്ചി. ഹലോ, വിഷ്ണുവാണ്. വിഷ്ണു, ഇത് IG ഹമീദാണ്. എന്താ സാർ വിളിച്ചത്? താനിന്ന് എന്റെ ഓഫീസ് വരെ ഒന്ന് വരണം, കഴിയുമെങ്കിൽ ഇപ്പൊ തന്നെ. അല്ല സാർ, കാര്യം എന്താ? കാര്യം അറിഞ്ഞാലേ താൻ വരുമെന്നുണ്ടോ? അല്ല സാർ, ഞാൻ വരാം. ശരി, ഓക്കെ. ഇങ്ങ് വന്നേ. നീ വണ്ടി കൊണ്ടുപോയി ഉരച്ചല്ലേ? ഞാനോ? ഞാൻ വണ്ടി ഒന്നും ഉറച്ചിട്ടില്ല. പിന്നെ ഈ കാണുന്ന എന്താടാ? അല്ല, നിനക്കൊക്കെ ആരാടാ ലൈസൻസ് തന്നത്? വണ്ടി കൊണ്ടുപോയി ഉരയ്ക്കുന്നതിനാണോടാ ലൈസൻസ്? സാറേ, ഈ കൈ ലോറി ഓടിച്ച് നല്ല തഴക്കും പഴക്കും വന്നതാ. വണ്ടി ഓടിക്കാൻ എന്നെ പഠിപ്പിക്കില്ലേ? തെറ്റ് കാണിച്ചതുപോലെ പിന്നെ നിന്ന് നാവാടുന്നു. സാറേ, വെറുതെ കാര്യം അറിയാതെ ദേഷ്യപ്പെടല്ലേ. ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമല്ലത്. നിനക്ക് ഈ കാറിന്റെ വില എത്രയെന്ന് അറിയോടാ? നിനക്ക് ഈ കാറൊന്ന് മാറ്റിയിടാൻ പറഞ്ഞ അത്ര സുഖിച്ചില്ല അല്ലടാ. അതിന്റെ വൈരാഗ്യത്തിലല്ലേ നീ കാർ കൊണ്ടുപോയി ഉരച്ചത്. ഇതിന്റെ പെയിന്റ് മാറ്റി തരാതെ നിന്നെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഓ, പിന്നെ ചെയ്യാത്ത കുട്ടികൾക്ക് ഈ വിഷ്ണുവിനെ കിട്ടില്ല. സാർ വേറെ വല്ല പണി നോക്ക്. അങ്ങനെ നീ അങ്ങ് പോയാലോ? സാറേ, ചുമ്മാ ഒരു സീൻ ഉണ്ടാക്കല്ലേ. സീൻ ഉണ്ടാക്കിയ നീ എന്നെ അങ്ങ് ഓലത്തോടാ. കൊയ്യെടുക്ക് സാറേ. ഇവനെയൊക്കെ ആരാ ഇവിടെ ജോലിക്ക് എടുത്തത്? ഞാനാ. എന്താ ഇവിടെ പ്രശ്നം? മാഡം, വണ്ടി ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞപ്പോ ഈ അഹങ്കാരി വണ്ടി കൊണ്ടുപോയി ഉരച്ച് നശിപ്പിച്ചിരിക്കുക. നിങ്ങളുടെ ഈ പ്രൈവറ്റ് വാഹനം എന്തിനാ ഇവിടുത്തെ ഈ ഡ്രൈവറെ കൊണ്ട് മാറ്റിയിടിച്ചത്? അല്ല, അത് പിന്നെ. അപ്പൊ അതൊന്നും അല്ല കാര്യം. വന്ന കാര്യം നടക്കാത്തതിന്റെ ചുരുക്ക് അല്ലേ? അധികാരത്തിന്റെ തിളപ്പ് കാണിക്കേണ്ടത് ഇതിനകത്തല്ല, ഇത് കളക്ടറേറ്റ്. ഇവിടെ ഇടേണ്ടത് ഇവിടുത്തെ വാഹനങ്ങളാ.
വിസിറ്റേഴ്സിന്റെ വാഹനങ്ങളൊക്കെ പടിക്ക് പുറത്ത്. അപ്പോ ഈ നഷ്ടം ഞങ്ങൾ സഹിക്കണമെന്നാണ് മാഡം പറയുന്നത്. നിങ്ങൾ ഇവിടെ വണ്ടി ഇട്ടത് ഒന്നാമത്തെ തെറ്റ്. പിന്നെ ആ വണ്ടി മാറ്റിയിടാൻ ഇവിടുത്തെ ഡ്രൈവറെ ഏൽപ്പിച്ചത് രണ്ടാമത്തെ തെറ്റ്. ഈ തെറ്റുകൾക്കൊക്കെ പരിഹാരമായിട്ട് ഏതെങ്കിലും അടുത്തുള്ള വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് വണ്ടിയുടെ കുറ്റം തീർക്ക്. എന്നിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തങ്ങ് കൊടുക്കുക. എന്നാ പിന്നെ പോവല്ലേ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ട്. വണ്ടി എടുക്ക. ശരി വേണം. എന്താ സാറേ ഇതൊക്കെ? ഇതൊരു തുടക്കാനോ? വരാൻ പോകുന്ന വലിയൊരു കൂട്ട വെടിക്കെട്ടിന്റെ സാമ്പിൾ വെടിക്കെട്ട്. ഹ, ഇവനെ ഞാൻ അധികകാലം ഡ്രൈവറായിട്ട് ഇവിടെ വാഴിക്കില്ല. അങ്ങനെ ഭാര്യയും ഭർത്താവും കൂടി ഒരു സ്ഥലത്ത് ജോലി ചെയ്ത് അങ്ങനെ സൂഹിക്കണ്ട. സാറ് വരും. എന്താ വിഷ്ണുട്ടന്റെ ഉദ്ദേശം? ഇതേ ഒരു സർക്കാർ ഓഫീസർ. അവിടെ ജോലി ചെയ്യുന്നവർക്ക് അതിന്റേതായ ഉത്തരവാദിത്വവും അച്ചടക്കവും എല്ലാം വേണം. ഇല്ലെങ്കിലേ ഇത് വലിയ ബുദ്ധിമുട്ടാവും. അതിപ്പോ ഇങ്ങോട്ട് വന്ന് കുതിര കയറിയ കൈയും കെട്ടി നോക്കിക്കാൻ പറ്റൂ? അതിനുള്ള അവസരം ഉണ്ടാക്കരുതെന്നാ പറഞ്ഞത്. അവസരം ഞാൻ ഉണ്ടാക്കിയതല്ലോ, അവരായിട്ട് തുടങ്ങിയതല്ലേ. അതിന് വെറുതെ പോയി തല വെച്ച് കൊടുക്കുന്ന എന്തിനാ? അതായത് പുറത്തെടുക്കുന്ന ചട്ടമ്പിത്തരം കളക്ടറേറ്റിനകത്ത് എടുക്കരുതെന്നാ പറഞ്ഞത്. എടുത്ത അതിന്റെ ക്ഷീണം എനിക്ക്. മറ്റുള്ളവർക്ക് മുന്നിൽ സമാധാനം പറയേണ്ടത് ഞാനാ. ശരി വേണം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശത്രുക്കൾ പല രീതിയിൽ പ്രതികരിച്ചെന്നിരിക്കും. അതെല്ലാം മനഃപൂർവ്വം എന്നെ ഹരാസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാ. അതിൽ ചെന്ന് ചാടിക്കൊടുക്കരുതെന്നാ പറഞ്ഞത്. ഓക്കെ മാഡം, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല മാഡം. ഓ മാഡം മാഡം മാഡം, ഈ മാഡം എന്നുള്ള വിളി ഒന്ന് നിർത്തോ? മാഡത്തിന് മാഡം നല്ലത്, പിന്നെ എന്താ മാഡം വിളിക്കുക? അതെ, എന്നെ ഒന്നും വിളിക്കണ്ട. ആ എന്നാ പിന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ അതെ അങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോ പിന്നെ അതിന്റെ പേരിൽ ദേഷ്യം പിടിക്കാൻ നിൽക്കരുത്. വീടല്ല ഓഫീസ്, അവിടെ കുറച്ച് മര്യാദ അച്ചടക്കമൊക്കെ ഉണ്ടാവണം. സംസാരത്തിൽ പോലും ബഹുമാനം നിറഞ്ഞു നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ പറയാ ഒന്നും വേണ്ടെന്ന്. എന്റെ വിഷ്ണുട്ടം ഒന്ന് മിണ്ടായിരിക്കോ? എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ.